നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കലോത്സവ പതാക ഉയർന്നു. ഇനി 4 നാൾ കലയുടെ പൂരം. പെരിഞ്ഞനം പൊന്മാനിക്കുടത്തിനടുത്ത് കനോലി കനാലിൽ മൃതദേഹം കണ്ടെത്തി. നവീകരിച്ച മണലൂർ GHSS സ്കൂൾ ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. കലോത്സവ പതാക ഉയർന്നു. ഇനി 4 നാൾ കലയുടെ പൂരം. നവംബർ 3 മുതൽ 6 വരെ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വലപ്പാട് ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന്റെ പതാക ഉയർന്നു. വലപ്പാട് AEO KV അമ്പിളി പതാക ഉയർത്തി. റിസപ്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ E രണദേവ് അധ്യക്ഷനായി. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, കവിയും മലയാള സിനിമാ ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BK സുരേഷ്, ജനറൽ കൺവീനർ CC ബെസ്സി, ഹെഡ്മാസ്റ്റർ സോജൻ, ഉപജില്ലാ വികസന സമിതി ഭാരവാഹികളായ CK ബിജോയ്, AA ജാഫർ, ശ്രീജ മൗസമി, വിനോദ്, MA സാദിഖ്, PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുളിഞ്ചോട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, PTA അംഗങ്ങൾ, വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. പെരിഞ്ഞനം പൊന്മാനിക്കുടത്തിനടുത്ത് കനോലി കനാലിൽ മൃതദേഹം കണ്ടെത്തി. പൊന്മാനിക്കുടം മുനയം കടവിന് തെക്ക് ഇന്ന് രാവിലെ 8 മണിയോടെയാണ് പുഴയിൽ മീൻ പിടിക്കുന്നവർ മൃതദേഹം കണ്ടത്. ഇരിങ്ങാലക്കുട സ്വദേശി കൈമാപ്പറമ്പിൽ അജയനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. കയ്പമംഗലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 10ാമത് കുടുംബയോഗം സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ഏങ്കിൾസ് നഗറിൽ ജീന ടീച്ചറുടെ വസതിയിൽ ചേർന്ന യോഗം തൃശൂർ ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശാന്തകുമാരി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ MV മധു മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് സെക്രട്ടറി വിമല ടീച്ചർ, യൂണിറ്റ് സെക്രട്ടറി NK ലോഹിതാക്ഷൻ, വിജയലക്ഷ്മി ടീച്ചർ, രാജേന്ദ്രകുമാർ മാസ്റ്റർ, തുളസി ടീച്ചർ, അന്ന, ജീന, മുരളി എന്നിവർ സംസാരിച്ചു. നടത്തേണ്ട തീയതി, അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ ബുക്കിൽ ലൈഫ് ടൈം അരിയേഴ്സിൻ്റെ നോമിനി ഉണ്ടോ, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനോടനുബന്ധിച്ച് പറയാം. അപ്പോൾ നമ്മളിതൊക്കെ പരിശോധിക്കണം. നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ ബുക്ക് നമ്മൾ ഭദ്രമായി സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആ പെൻഷൻ ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കണം. മണലൂർ യാദവ കലാമന്ദിറിന്റെയും തൃശൂർ ഐവിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. മണലൂർ വിവേകാനന്ദ ട്രസ്റ്റ് ഹാളിൽ നടത്തിയ ക്യാമ്പ് മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് സെക്രട്ടറി രഞ്ജിത്ത് വടശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഐവിഷൻ ഡോക്ടർ അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘം 118 പേരുടെ നേത്രപരിശോധന നടത്തി. ക്ലബ് അംഗങ്ങളായ അമ്പാടി, സ്വപ്ന, ഷീല, ശ്രേയസ്, ബദ്രീനാഥ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വാടാനപ്പള്ളി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സൗജന്യ വൃക്കരോഗ തിമിരരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗണേശമംഗലം വെസ്റ്റ് സ്വാന്തന നഗറിൽ ചക്കാമടത്തിൽ പ്രതാപന്റെ വസതിയിൽ നടത്തിയ ക്യാമ്പ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പോരാടൻ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പ്രസിഡന്റ് PR സജീവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KA രാഹുലൻ, ട്രഷറർ CV സുനിൽകുമാർ, സേവാഭാരതി തൃശൂർ ജില്ലാ സമിതി അംഗം ഡോക്ടർ ഗ്രീഷ്മ സോമൻ, അശ്വിനി ഹോസ്പിറ്റലിലെ ഡോക്ടർ കെന്നഡി, PRO അക്ഷയ്, തൃശൂർ റാണി മേനോൻ ഐ ഹോസ്പിറ്റൽ PRO അക്ഷയ്, സേവാഭാരതി ആരോഗ്യം കൺവീനർ സിന്ധു മദൻ മോഹൻ, മാതൃസമിതി കൺവീനർ മാല ജഗദീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയുടെ നിർണയം കൂടാതെ ക്രിയാറ്റിൻ ടെസ്റ്റുകളും നേത്രപരിശോധന എന്നീ സേവനങ്ങളും ക്യാമ്പിൽ ഉണ്ടായിരുന്നു. നേത്രപരിശോധനയിൽ 113 പേർ പങ്കെടുത്തു. ടെസ്റ്റുകളിൽ പങ്കെടുത്തവരുടെ റിസൾട്ട് കിട്ടിയതിനു ശേഷം തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് ഞായറാഴ്ച ക്യാമ്പിൽ വെച്ച് തന്നെ ഡോക്ടർമാർ പരിശോധിച്ച് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സേവാഭാരതി പ്രവർത്തകരായ P ദിവിൻദാസ്,
VV ഹരിദാസ്, CB അനിൽകുമാർ, CS ശോഭിഷ്, PA സുനിൽകുമാർ, K ജയമോഹൻ, ചഞ്ചല സുഗതൻ, സൗമ്യ രമേശ്, സുജാത ഉണ്ണികൃഷ്ണൻ, ദിനി സതീഷ്, KC വിപിൻദാസ്, BB ഉണ്ണികൃഷ്ണൻ, വിലാസിനി ശേഖരൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കന്യാകുമാരി വരെ നമ്മുടെ ആരും കടന്നു ചെല്ലാത്ത അട്ടപ്പാടി പോലുള്ള മേഖലയിലടക്കം നിരവധി സേവാ പ്രവർത്തനങ്ങൾ, അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, ഭവന നിർമ്മാണത്തിലായിക്കോട്ടെ, എഡ്യൂക്കേഷൻ്റെ വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, സമൂഹത്തിൽ സമൂലമായിട്ടുള്ളൊരു പരിവർത്തനമാണ് സേവാഭാരതി ഈ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാനമായി ഇതിൻ്റെ പകുതിയോ ആ പകുതിയുടെ പകുതി പോലും സേവാഭാരതിയുടെ വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയും ഇന്ന് ഇന്ത്യയിലില്ല. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച മണലൂർ GHSS സ്കൂൾ ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം VT പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം BN സുർജിത്ത് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് രാകേഷ് കണിയാമ്പറമ്പിൽ, MR മോഹനൻ, ഷാനി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. KR അഭിരാജ്, സുധർമ്മൻ ചിരുകണ്ടത്ത്, അരുൺ ആനന്ദ്, KR അനിൽകുമാർ, PK ചന്ദ്രൻ, സലീഷ്, വൈസ് പ്രസിഡന്റ് സുനിത എന്നിവർ പങ്കെടുത്തു. തുടർന്ന് സ്റ്റാർ മണലൂർ, MFA മണലൂർ എന്നീ ടീമുകളുടെ സൗഹൃദ ഫുട്ബോൾ മത്സരവും ഉണ്ടായിരുന്നു. വാടാനപ്പള്ളി കെയ്സൻ ഗോജു റിയ കരാത്തെ അസോസിയേഷൻ തൃശൂർ ജില്ല ചാമ്പ്യന്മാരായി. നവംബർ 1-2 തീയതികളിലായി തൃപ്പയാർ TSGA സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയ സ്പോർട്സ് കൗൺസിൽ തൃശൂർ ജില്ലാ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ 273 പോയിന്റോടെയാണ് വാടാനപ്പള്ളി കെയ്സൻ ഗോജു റിയ കരാത്തെ അസോസിയേഷൻ തൃശൂർ ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായത്. ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. DYFI സ്ഥാപക ദിനം ആചരിച്ചു. മണലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് DYFI മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ VN സുർജിത്ത് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. അരുൺ ആനന്ദ് അധ്യക്ഷത വഹിച്ചു. KA അജീഷ്, KV ഡേവിസ്, ആഷിഖ് ആൻഡ്രൂസ് എന്നിവർ സംസാരിച്ചു. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം വാടാനപ്പള്ളി, തൃത്തല്ലൂർ, ഏംഗിൾസ് നഗർ, മംഗളയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബ്രഹ്മകുമാരീസ് മൈസൂർ സബ് സോൺ ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി ലക്ഷ്മി ബഹൻജി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എറണാകുളം തൃശൂർ സോൺ ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി രാധ ബഹൻജി, തൃത്തല്ലൂർ സെൻറ്റർ ഇൻചാർജ് ബ്രഹ്മകുമാരി കൗസല്യ, വയനാട് മാനന്തവാടി ബ്രഹ്മകുമാരി സെൻറ്റർ ഇൻചാർജ് BK സുജന, BK സീമ, MD മംഗള, BK ജലജ സോമൻ, TR സൂര്യകുമാർ, മറ്റ് ബ്രഹ്മകുമാരി സെൻറ്ററുകളിൽ നിന്നും വന്നിട്ടുള്ള നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. आप सभी ऐसा साधारण नहीं है, बाबा ने बीच का बच्चों को बनाया
अनेक आत्माओं की कल्याण करने के लिए अपना बच्चों को सेफ्टी में रखा है. അനേകം പേരുടെ മംഗളം ചെയ്യാൻ വേണ്ടിയിട്ട് ബാബ കുട്ടികളെ ആ ഒരു സുരക്ഷിതമായ ഒരു അവസ്ഥയിൽ രചിച്ചിരിക്കുകയാണ്. भगवान को गर्व है हमारे ब्राह्मण बच्चों के तन मन धन से मैं स्वर्ग बनाऊंगा. അതായത് ഭഗവാനാണ് അങ്ങനെ ഒരു ആ സങ്കല്പം എടുത്തത്. എൻ്റെ കുട്ടികളുടെ ശരീരം മനസ്സ് ധനം കൊണ്ട് ഞാൻ ഇവിടെ സ്വർഗം രചിക്കും. अभी इसलिए बाबा दुनिया वाले करोड़पति बहुत लोग हैं, वो दान पुण्य करने वाले भी हैं, लेकिन बाबा नहीं लेता. जो बाबा के सच्चे बच्चे, योगी बच्चे, पवित्र बच्चे हैं, उनके द्वारा ही ये कलयुग को परिवर्तन करके सत्य स्थापन करेगा. LDF സർക്കാർ പെൻഷൻ തുക 2000 രൂപയായി വർദ്ധിപ്പിച്ചതിൽ CPI വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. LDF സർക്കാർ പെൻഷൻ തുക 2000 രൂപയായി വർദ്ധിപ്പിച്ചതിൽ വാടാനപ്പള്ളി CPI ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വാടാനപ്പള്ളി സെന്ററിൽ നടത്തിയ ചടങ്ങ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അഷറഫ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. CB സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി അനിത് കുമാർ, ലോക്കൽ കമ്മിറ്റി അംഗം ബിന്ദു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KP ആനന്ദൻ, PK പ്രസാദ്, ജുബുമോൻ, സജീഷ് വാലപ്പറമ്പിൽ, സുദർശനൻ, TK ദാസൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യ രാജ്യത്ത് മറ്റുള്ള സംസ്ഥാനത്തിലേക്കാൾക്ക് മാതൃകയായിക്കൊണ്ട് കേരളം അതിദാരിദ്ര്യരായി ഒഴിവാക്കിക്കൊണ്ടുള്ള സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്. ഈ രാജ്യം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പല കോൺഗ്രസിൻ്റെ ഭരണവും BJPയുടെ ഭരണങ്ങളും നടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പട്ടിണിയുടെ സ്ഥലങ്ങളാണ്, സംസ്ഥാനങ്ങളാണ്. ഈ കൊച്ചു കേരളത്തിൽ പല രീതിയിലും കേന്ദ്ര ഗവൺമെൻറ് മുക്കിക്കൊണ്ട് ശ്രമിച്ചിട്ടും പ്രളയകാലത്തും കോവിഡ് കാലത്തും. തളിക്കുളം ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ തളിക്കുളം ഹൈസ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു. തളിക്കുളം പഞ്ചായത്ത് പരിധിയിലെയും സമീപ തീരദേശ പ്രദേശങ്ങളിലെയും നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. മെഗാ മെഡിക്കൽ ക്യാമ്പ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ ഏകദേശം 200 പേർക്ക് ഡയബറ്റീസ്, രക്തസമ്മർദ്ദം, നേത്രപരിശോധന, ജനറൽ മെഡിസിൻ, യൂറിക് ആസിഡ്, തൈറോയിഡ് പരിശോധനകൾ കൂടാതെ ആയുർവേദ പരിശോധനയും ഔഷധങ്ങളും ഉൾപ്പെടെ സൗജന്യ ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കി. ക്യാമ്പിന് ഫിനിക്സ് മെഡിസിറ്റി ചേറ്റുവ, കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ, പാടത്തിപ്പറമ്പിൽ പാരമ്പര്യ പഞ്ചകർമ്മ ചികിത്സാലയം എന്നിവർ നേതൃത്വം നൽകി. ഇവർ സൗജന്യ പരിശോധനകളും ഔഷധ വിതരണവും നടത്തി. ഏകദേശം 30 പേർക്ക് കാഴ്ചക്കുറവിനുള്ള തിമിര ശസ്ത്രക്രിയകൾക്കായി സ്ക്രീനിംഗ് നടത്തി. ഇവ വരാനിരിക്കുന്ന ആഴ്ചയിൽ കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ ആശുപത്രിയിൽ നടത്തും. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് മെമ്പർ AP രാമകൃഷ്ണൻ, ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ KR സിദ്ധാർത്ഥൻ, ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB കെലാൽ, വൈസ് പ്രസിഡന്റ് PK തിലകൻ, സെക്രട്ടറി ലയൺ നന്ദകുമാർ കുനിയത്ത്, സോൺ ചെയർമാൻ ലയൺ TN സുഗതൻ, ചാർട്ടർ പ്രസിഡന്റ് ലയൺ TK ഷൺമുഖൻ, സോൺ ലേഡി അനിത ഭരതൻ, പീഡിയാട്രീഷ്യനും ഫിനിക്സ് മെഡിസിറ്റി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചേറ്റുവ ഡയറക്ടറുമായ ഡോക്ടർ EK രാമചന്ദ്രൻ, ബിജു പുറത്തൂർ, ഡോക്ടർ ചീതു ഷെയ്ൻ എന്നിവർ പങ്കെടുത്തു. ക്ലബ്ബ് പൂർത്തീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ട് അതിൻ്റെ ചാർട്ടർ പ്രസിഡന്റായിട്ടുള്ള ഷൺമുഖേട്ടൻ ഇത് ഏറ്റവും ബാക്കിൽ ഇപ്പോഴും വളരെ ഊർജ്ജസ്വലനായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ നമ്മുടെ ജിനുചേട്ടൻ പറഞ്ഞു ഈ വീടിൻ്റെ ഐശ്വര്യം ഷൺമുഖേട്ടനാണെന്ന്. അതായത് ഈ ക്ലബിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ക്ലബിൻ്റെ ചാർട്ടർ പ്രസിഡന്റാണെന്ന് പറഞ്ഞപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും അത് കാണുന്ന വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് കിട്ടാറുള്ളത്. ലയൺസ് ക്ലബിനെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് ഓർഗനൈസേഷനാണ് ലയൺസ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. കഴിമ്പറം ശ്രീനാരായണ വായനശാലയുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. KR ചന്ദ്രശേഖരന്റെ വസതിയിൽ വെച്ച് ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം VD പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗമായി തിരഞ്ഞെടുത്ത VV ചിദംബരം മാസ്റ്ററെ PR താരാനാഥൻ മാസ്റ്റർ പൊന്നാട് അണിയിച്ച് ആദരിച്ചു. താലൂക്ക് കൗൺസിൽ അംഗം സുബിദാസ് വിഷയാവതരണം നടത്തി. വായനശാല പ്രസിഡന്റ് MV രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. പാലക്കാട് പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ സുരേഷ് പട്ടാലി, TU ഉദയൻ, VC ദിലീപ്, മൈത്രി വത്സൻ എന്നിവർ സംസാരിച്ചു. ഇടവേള.
ഞങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. ഇന്ത്യയിലെ അർഹരായ എല്ലാ പൗരന്മാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാറിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. നാട്ടികയിൽ നിന്നും ആരംഭിച്ച പ്രകടനം തൃപ്പയാർ പോളി ജംഗ്ഷനിൽ സമാപിച്ചു. പൊതുയോഗം CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ കൺവീനറും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, NCP നേതാവ് UK ഗോപാലൻ, CPIM ലോക്കൽ സെക്രട്ടറി KB ഹംസ, CPI നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതിതീവ്രമായ വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് തയ്യാറാകും എന്നുള്ളത് 27-ാം തീയതി പത്രസമ്മേളനം നടത്തി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ മാസം ആദ്യവാരത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണെന്നും ഈ തീവ്രമായിട്ടുള്ള വോട്ടർ പട്ടിക പരിശോധനയിൽ നിന്ന് കേരളത്തെ മാറ്റി നിർത്തണമെന്നും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമായി കൃത്യതയോടുകൂടിയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് എല്ലാം മെമ്മോറാണ്ടമെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയതാണ്. SDPI വാടാനപ്പള്ളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി. വാടാനപ്പള്ളി EMS ഹാളിൽ നടത്തിയ കൺവെൻഷൻ SDPI തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി EM ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് നൌഫൽ വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റിയാസ് മാള ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് മുനീർ പണിക്ക് വീട്ടിൽ, 17-ാം വാർഡ് നൌഫൽ വലിയകത്ത്, 18-ാം വാർഡ് ഷെറീന ഷഹീർ, 19-ാം വാർഡ് സഫൂറ മനാഫ്, 20-ാം വാർഡ് റാഹില താഹ എന്നിവരെയാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റ് KK ഹുസൈർ, മണ്ഡലം സെക്രട്ടറി RV ഷഫീർ, വാടാനപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി സനോബർ, ട്രഷറർ ഷെറീന ഷഹീർ എന്നിവർ സംസാരിച്ചു. താന്യം മണ്ഡലം കോൺഗ്രസ് 4-ാം വാർഡ് കൂട്ടായ്മയുടെയും നെഹ്റു സ്റ്റഡി സെന്ററിൻ്റെയും നേതൃത്വത്തിൽ എൻ്റെ വീട്ടിലും വേണ്ട എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ കൺവീനർ പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ VK പ്രദീപ്, ആൻഡ്രോ തൊറയൻ, രാമൻ നമ്പൂതിരി, മണ്ഡലം ഭാരവാഹികളായ ലാസർ KA, പോൾ പുലിക്കോട്ടിൽ, നിസാർ കുമങ്കണ്ടത്ത്, ഡെയ്സി പോൾസൺ, വില്ലി പട്ടത്താനം, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ഷെജിൽ പുളിഞ്ചോട്, സക്കീർ ചെമ്മാപ്പള്ളി എന്നിവർ സംസാരിച്ചു. ഈ വാർഡിലെ മുഴുവൻ വീടുകളിലും കാർഷിക മേഖലയുടെ പ്രസക്തി വിളിച്ചോതുന്ന രീതിയിൽ വെണ്ടയ്ക്ക കൃഷിക്ക് വേണ്ടി വെണ്ടയ്ക്ക വിത്ത് ഇന്ന് വിതരണം ചെയ്യുക. നമുക്കറിയാം, കാർഷിക മേഖലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിട്ടുള്ള ഏറ്റവും മോശകരമായൊരവസ്ഥയാണ് നമ്മുടെ നാടിന് അപമാനകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാഹചര്യമൊരുക്കിയത് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ജൈവസമ്പത്തുകൾ സംരക്ഷിക്കാനും പ്രകൃതിയോട് ചേർന്ന് നിൽക്കാനും നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം സുഖകരമാകൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ CC മുകുന്ദൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ച് പണിയുന്ന ശിഖ അംഗൻവാടി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നടന്നു. CC മുകുന്ദൻ MLA കല്ലിടൽ കർമ്മം നിർവഹിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് PS, വാർഡ് മെമ്പർമാരായ ജ്യോതി രാമൻ, ലീന മനോജ്, സരിത സുരേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AV ശ്രീവത്സൻ എന്നിവർ സംസാരിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഖ്യ നമ്മുടെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാനും ഈ പഞ്ചായത്തിൽ 2 ടൈം വാർഡ് മെമ്പറായി പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ എനിക്ക് ഈ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് വളരെയേറെ മനസ്സിലുള്ള ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ സമയം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെ വലിയ വികസന പുരോഗതിയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മനസ്സിൽ അങ്ങനെ വന്നില്ല, അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു മനസ്സിലുള്ള പ്രതിഷേധം എവിടെ ചെന്നാലും ഞാൻ പറയുന്ന കൂട്ടത്തിലാണ്, എനിക്കത് മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഏകദേശം 78 കോടി രൂപ അന്തിക്കാട് ഹോസ്പിറ്റലിൽ ഇപ്പോൾ 10 കോടി രൂപ അനുസരിച്ച അടിസ്ഥാനത്തിൽ 78 കോടി രൂപ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹൈസ്കൂളിൽ നടക്കുന്ന വലപ്പാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തി. പരിസ്ഥിതി സംരക്ഷണം, പ്ലാസ്റ്റിക് മുക്തം കലോത്സവ വേദികൾ എന്ന സന്ദേശത്തോടെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KB സുധ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ അനിത മുരുകേശൻ, കൺവീനർ CO ഹെൻസിൻ, സരിക, സുജിത്, ഷാജുമോൻ, ലയന, സതീഷ് എന്നിവർ സംസാരിച്ചു. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് LDF എടത്തിരുത്തി 2ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു. അയ്യൻപടി തൊഴിൽ കേന്ദ്രത്തിന് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PS സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, AV സതീഷ്, PK ഷാജു, TK ചന്ദ്രബാബു, PH ബാബു, ബൈന പ്രദീപ്, CO ഡേവിസ്, KC ശിവരാമൻ, മുസ്തഫ കമാൽ, EC സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മണികൾ കോർത്തു കോർത്തു പൊന്നുടുപ്പ് നെയ്തതാര്, പുഞ്ചവയിൽ പെണ്ണിനി പൊന്നുടുപ്പ് തന്നതാര്, മൺകുടിലിൻ മക്കളല്ലോ മക്കളുടെ കൈകളല്ലോ, മൺകുടിലിൻ മക്കളല്ലോ മക്കളുടെ കൈകളല്ലോ. കാഞ്ഞാണി ആക്ട്സിന്റെ ജനറൽ ബോഡി യോഗം കാഞ്ഞാണി സിംല മാളിൽ ചേർന്നു. ആക്ട്സ് പ്രസിഡന്റ് BR ജേക്കബ് അധ്യക്ഷനായി. ആംബുലൻസ് സേവനം 24 മണിക്കൂറും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. സൗജന്യ ഭവന നിർമ്മാണ പദ്ധതിയുടെ കൺവീനർ ഡിറ്റോ ചെറിയത്ത് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തി. കൂടുതൽ കൂപ്പണുകൾ ചെലവാക്കിയ ബാങ്ക് സെന്റർ യൂണിറ്റിലെ പോൾ ചിരിയങ്കണ്ടത്തിന് പുരസ്കാരം നൽകി. സെക്രട്ടറി ഡോക്ടർ ആന്റണി തോപ്പിൽ, ഡോക്ടർ സജീവ് ML, ബാബു തെക്കത്ത് എന്നിവർ സംസാരിച്ചു. മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിന് തൃശൂർ സെൻട്രൽ സഹോദയ കലോത്സവത്തിൽ കാറ്റഗറി 2 കലാതിലക കിരീടം ലഭിച്ചു. മാളയിലെ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന കലോത്സവത്തിലാണ് ഈ വിജയമൊരുങ്ങിയത്. ഭൂമി, ബിനോയ്, ഭരതനാട്യം, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ് എന്നീ 3 ഇനങ്ങളിലും A ഗ്രേഡ് സഹിതം 1ാം സ്ഥാനം നേടിയതാണ് സ്കൂളിന് കലാതിലക പട്ടം സമ്മാനിച്ചത്. ഇതിക മിനേഷ്, അവിനിത ദർശൻ, ആദിത്യ മഹേശ്വർ, ലക്ഷ്മി നന്ദന EG, അദ്വൈത T ഹരി എന്നിവരും മികച്ച ഗ്രേഡോടെ വിജയികളായി. എല്ലാ മത്സരാർത്ഥികളും മികച്ച ഗ്രേഡുകൾ നേടിയത് സ്കൂളിന്റെ ആകെ മാർക്കിൽ വലിയ പങ്കുവഹിച്ചു. ദഫ്മുട്ട്, തിരുവാതിരക്കളി, ദേശഭക്തി ഗാനം എന്നീ ഇനങ്ങളിലും കാറ്റഗറി 1, 2 വിഭാഗങ്ങളിൽ ഗ്രൂപ്പ് ഡാൻസ് മത്സരങ്ങളിലും സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത് എല്ലാ ഇനങ്ങളിലും A ഗ്രേഡ് നേടി മികച്ച വിജയം സ്വന്തമാക്കി. വിജയത്തിൽ സ്കൂളിന്റെ അധ്യാപകരെയും അധ്യാപകേതര ജീവനക്കാരെയും രക്ഷിതാക്കളെയും സ്കൂൾ പ്രിൻസിപ്പൽ മിസ് മിൻഡു P മാത്യു അഭിനന്ദിച്ചു. വർഷങ്ങളായി ഈ മത്സരങ്ങളിൽ പങ്കെടുത്തു വന്നിരുന്ന സ്കൂളുകളോടൊപ്പം മത്സരിച്ച് ഇത്തരമൊരു ഉജ്ജ്വല വിജയം നേടാൻ കഴിഞ്ഞത് ഏറെ ആഹ്ലാദകരമാണെന്ന് PTA പ്രസിഡന്റ് അജിൽ PR പറഞ്ഞു. റിട്ടയർ ചെയ്യാൻ ദിവസങ്ങൾ ബാക്കി. മണവാട്ടിയായി പഞ്ചായത്ത് സെക്രട്ടറി. പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും കൂട്ടരും ചേർന്നുള്ള ഒപ്പന ഹിറ്റ്. അരിമ്പൂർ പഞ്ചായത്തിൽ നിന്ന് ഈ മാസം വിരമിക്കുന്ന സെക്രട്ടറി റെനി പോളും പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാറും ചേർന്നുള്ള ഒപ്പന കാണികൾക്ക് വേറിട്ട ആനന്ദം പകർന്നു.
നാണത്തിൽ കുതിർന്ന മുഖവുമായി എത്തിയ മണവാട്ടിയുടെ വേഷമിട്ട സെക്രട്ടറിയെ കസേരയിലിരുത്തി ചുറ്റും അണിനിരുന്നാണ് മറ്റുള്ള ജനപ്രതിനിധികളായ വനിതകൾ ഒപ്പനയ്ക്ക് ചുവടുവെച്ചത്. കന്നിപ്പളുങ്കെ പൊന്നും കിനാവെ ചുന്ദരി പെണ്ണാളെ എന്ന ഗാനത്തിനാണ് ഇവർ തനത് ഒപ്പനവേഷത്തിൽ കൂളിംഗ് ഗ്ലാസുകൾ വെച്ച് നൃത്തം ചെയ്തത്. ജനപ്രതിനിധികളായ ജില്ലി വിൽസൺ, സലിജ സന്തോഷ്, നീതു ഷിജു, ശോഭ ഷാജി, ഷിമി ഗോപി എന്നിവരാണ് പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒപ്പം ചുവടുവെച്ചത്. ചരിത്ര സംഗമം എന്ന പേരിൽ അരിമ്പൂർ പഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതി അംഗങ്ങളും പൂർവ്വകാല അംഗങ്ങളെയും മറ്റ് വ്യക്തികളെയും ഉൾപ്പെടുത്തി നടത്തിയ പരിപാടിയിലാണ് ഒപ്പന അരങ്ങേറിയത്. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് കെ ശശിധരൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷയായി. വലപ്പാട് പഞ്ചായത്ത് അടുത്ത 5 വർഷത്തെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ രൂപീകരിക്കുന്നതിനു വേണ്ടിയുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടി പഞ്ചായത്തിൽ 5 ബോക്സുകൾ സ്ഥാപിക്കുകയാണ്. എടമുട്ടത്ത് ബോക്സ് സ്ഥാപിച്ചുകൊണ്ട് CPI നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ MV സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ AG സുഭാഷ്, CPIM ഏരിയ കമ്മിറ്റി അംഗം VR ബാബു, മധുസൂദനൻ, രാമദാസ്, CPIM വലപ്പാട് ലോക്കൽ സെക്രട്ടറി രാജേഷ ശിവജി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, ജിതേന്ദ്ര ബാബു, CPI ലോക്കൽ സെക്രട്ടറി കിഷോർ വാഴപ്പള്ളി, മണ്ഡലം കമ്മിറ്റി മെമ്പർമാരായ രാജൻ പട്ടാട്ട്, VR മോഹൻദാസ്, സുജിൻ പുല്ലാട്ട്, വിനു പട്ടാലി, ബ്ലോക്ക് മെമ്പർ വസന്ത ദേവലാൽ, KS ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങി ഇടതുപക്ഷത്തിന്റെ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജനകീയ അഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്തിലെ 5 കേന്ദ്രങ്ങളിൽ ബോക്സുകൾ വെച്ചുകൊണ്ട് വരുന്ന 5 വർഷത്തെ കാലം ഈ പഞ്ചായത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുകയും. തൃപ്പയാർ ഇഷാര ഗോൾഡിൽ സമ്മാനദാനം നടത്തി. തൃപ്പയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ കൊടകര ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൃപ്പയാർ ബ്രാഞ്ച് പ്രഖ്യാപിച്ച മലേഷ്യൻ ട്രിപ്പിന്റെ കപ്പിൾസിനുള്ള ടിക്കറ്റ് വിജയി സതി ബാലചന്ദ്രന് ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ നൽകി. ചടങ്ങിൽ ഇഷാര MD സാഗർ പോട്ടയിൽ, PRO ഉബൈദു, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നമസ്കാരം. സ്വർണ്ണാഭരണ നിർമ്മാണ വിതരണ രംഗത്ത് 45 വർഷത്തെ പാരമ്പര്യമുള്ള രാജ് ഗോൾഡ് ഗ്രൂപ്പിൻ്റെ ഇഷാര ബ്രാൻഡ് നെയിമിലുള്ള കൊടകരയിലെ ഏറ്റവും പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൃപ്രയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലും സംയുക്തമായി നടത്തിയ മലേഷ്യൻ ട്രിപ്പ് മത്സര വിജയിയായ ശ്രീമതി സതി ബാലചന്ദ്രന് സമ്മാനം നിർവഹിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇഷാര ഗോൾഡിൻ്റെ ഈ റാഫിൾ ഡ്രോയിൽ സതിക്കാണ് ആദ്യത്തെ ഫസ്റ്റ് ഒരു പ്രൈസ് കിട്ടിയത്. മലേഷ്യയിലേക്ക് ഞങ്ങൾക്ക് 2 പേരും കൂടി പറക്കാനുള്ള ഒരു ചാൻസ് മിസ്റ്റർ രാജൻ്റെ നേതൃത്വത്തിൽ കിട്ടി. വളരെ സന്തോഷമുണ്ട്. ഇനി ഇഷാര ഗോൾഡ് ഇനിയും കുറേ ഉന്നതിയിലേക്ക് പോട്ടെ. പുതിയ ഷോറൂമിന് എല്ലാ ഭാവങ്ങളും തരുന്നു. വാണിജ്യം. കാരമുക്ക് വിളക്കുങ്കാൽ ജംഗ്ഷനിൽ സിൽവർ പ്ലാസയിൽ പേപ്പർ ട്രേ ഡിജിറ്റൽ പ്രിന്റ് പ്രസ് പ്രവർത്തനം ആരംഭിച്ചു.
മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളി വികാരി ഫാദർ ജോൺ അയ്യങ്കാനയിൽ ഉദ്ഘാടനം ചെയ്തു. നീതിയും സത്യസന്ധതയും ഇവിടെ വളർന്നു വരട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരെയും ഇവിടെ ജോലി ചെയ്യുന്നവരെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഒക്കെ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പേപ്പർ ട്രേ, പേര് തന്നെ വളരെ ആകർഷണീയമായ ഒരു പേരാണ്. ഈ പേപ്പർ ട്രേയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് നമ്മുടെ ആൽവിൻ തന്നെ പറയും. ഏതായാലും ഇന്നത്തെ ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥാപനം ഇവിടെ ഈ നാടിനും ഇവിടെയുള്ള എല്ലാവർക്കും ഉപകാരപ്രദപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് തീരട്ടെ എന്നുള്ള പ്രത്യേകമായ ആശംസകളും പ്രാർത്ഥനകളും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കെ ഡി വർഗീസ്, സണ്ണി കുണ്ടുകുളം, കെ എസ് ആൽവിൻ, സ്റ്റീഫൻ കുണ്ടുകുളം, ബേബി കുണ്ടുകുളം, സണ്ണി കുണ്ടുകുളം, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കവിത രാമചന്ദ്രൻ, രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ന് ഈ വിളക്കുങ്കൽ സെൻറ്ററിൽ പേപ്പർ ട്രേ എന്ന പേരിലൊരു സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമുക്കൊരു സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ എല്ലാവരുടെയും നല്ല സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്ഥാപനം നിലനിന്ന് പോകുന്നത്. ആൽവിൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും ഒരു വിദ്യാർത്ഥിയൊക്കെയാണ്. കുടുംബം ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ഒരു അത്താണി കൂടിയാണ് ആൽവിൻ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത്. അപ്പോൾ ആൽവിൻ ആദ്യമായി തുടങ്ങി വെച്ച ഈ സ്ഥാപനം ഈ പ്രദേശത്തെ ഏറ്റവും നല്ല സ്ഥാപനമായിട്ട് നിലനിൽക്കട്ടെ, പ്രവർത്തിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത്. ആധുനിക പ്രിന്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നൂതനവും ആകർഷകവുമായ നോട്ടീസുകൾ, ഫ്ലയറുകൾ, വിസിറ്റിംഗ് കാർഡുകൾ, ക്ഷണക്കത്തുകൾ, പോസ്റ്ററുകൾ, സ്റ്റിക്കറുകൾ, പ്രീമിയം വെഡ്ഡിംഗ് കാർഡുകൾ എന്നിവ ഇവിടെ തയ്യാറാക്കി നൽകുന്നുണ്ട്. കൂടാതെ ട്രോഫികൾ, മൊമെൻറ്റോകൾ, ഫോട്ടോ ഫ്രെയിംസ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. നിമിഷങ്ങൾക്കകം ഫോട്ടോകൾ പ്രിന്റ് ചെയ്ത് നൽകാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സ്പൈറൽ ബൈൻഡിംഗ്, വൈറോ ബൈൻഡിംഗ്, ഡിജിറ്റൽ ലേസർ പ്രിന്റിംഗ് എന്നീ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. ഫോൺ 8137914973. നമ്പർ ഒരിക്കൽ കൂടി 8137914973. എൻ്റെ പേര് ആൽവിൻ. ഞാനിപ്പോൾ ഇവിടെ വിളക്കുംകാൽ ജംഗ്ഷനിൽ പേപ്പർ ട്രേ എന്ന് പറഞ്ഞൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡിജിറ്റൽ ലേസർ പ്രിൻ്റാണ് നമ്മൾ ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു പ്രിൻറ്റിംഗ് മെഷീന്, ഒരു കട്ടിംഗ് മെഷീനുണ്ട്, ഒരു സ്കോറിംഗ് മെഷീനുണ്ട്, ചെറിയ ചെറിയ ഷേപ്പിൽ കട്ട് ചെയ്യണത്. പിന്നെ സ്റ്റിക്കർ പീൽ ചെയ്യുന്ന സൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോട്ടീസുകൾ, ഫ്ലയർ, ബ്രോഷറുകൾ, വിസിറ്റിംഗ് കാർഡുകൾ, പിന്നെ അതുപോലെ തന്നെ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വർക്കുകൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മഗ്ഗിൽ പ്രിന്റ്, കസ്റ്റമൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ബോക്സുകൾ, പിന്നെ വെഡ്ഡിംഗ് കാർഡുകൾ, പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിമുകൾ, പിന്നെ അതുപോലെ തന്നെ കസ്റ്റമൈസുള്ള എല്ലാ ഗിഫ്റ്റ് ഐറ്റംസും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ATM കാർഡ് സൈസിൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ ID കാർഡ് സൈസിൽ നമുക്ക് കട്ട് ചെയ്ത് ID കാർഡ് പോലെ ആക്കി തരാൻ സാധിക്കുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കലോത്സവ പതാക ഉയർന്നു. ഇനി 4 നാൾ കലയുടെ പൂരം. പെരിഞ്ഞനം പൊന്മാനിക്കുടത്തിനടുത്ത് കനോലി കനാലിൽ മൃതദേഹം കണ്ടെത്തി. നവീകരിച്ച മണലൂർ GHSS സ്കൂൾ ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.